ബിഗ് ബോസ് സീസൺ 7 ജനശ്രദ്ധ നേടുന്ന മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും. ഇതുവരെയുടെ ടാസ്കിലും പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് ഈ കൊമ്പ് മുന്നോട്ട് പോയി. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് ഇവർ ഗെയിമിൽ മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ജിസേലിനെ അനുകൂലിച്ചതിനാണ് നൂറ തീരുമാനമെടുത്തത്. ഇതിൽ ആദിലയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ഇരുവരും സംസാരിക്കുകയും ചെയ്തു. നൂറ ജിസേലിനെ അനുകൂലിച്ചത് ആദിലയ്ക്ക് ഇഷ്ടമായില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? സേഫ് ഗെയിം കളിക്കുകയാണോ എന്ന് ആദില നൂറയോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചില ഫേവറേറ്റുകളുണ്ട്. അവരോട് എനിക്ക് ഫൈറ്റ് ചെയ്യണ്ട എന്ന് നൂറ മറുപടി നൽകി. അപ്പോൾ ഞാൻ നിന്റെ ഫേവറേറ്റ് അല്ലേ എന്ന് ആദില ചോദിച്ചു. നീ എന്റേതല്ലേ എന്നാണ് നൂറ ഈ ചോദ്യത്തിനും നൽകിയ മറുപടി. ജിസേൽ എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല നൂറ പറഞ്ഞപ്പോൾ ഫ്രണ്ടുമായോ അതിനിടയിൽ എന്ന് ചോദിച്ചു ആദില ചോദിക്കുന്നുമുണ്ട്. അതെ, ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് നൂറ പറയുന്നു. എനിക്കതിലൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് ആദിലയും പറയുന്നു. നൂറയുടെ കാര്യത്തിൽ ആദില പൊസസീവ്നെസ് കാണിക്കുന്നു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ആദില ടോക്സിക് ആവുന്നു, ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പിരിയുമായിരിക്കും എന്നെല്ലാം കമൻറ്റുകളുമുണ്ട്. അതേസമയം ഇരുവരെയും അനുകൂലിച്ചും കമൻറ്റുകളുണ്ട്. അവർ പിരിയില്ലെന്നും ഹേറ്റേഴ്സിന് നടക്കാത്ത സ്വപ്നമാണെന്നും അനുകൂലികൾ പറയുന്നു. പക്വമായിട്ടാണ് ബിഗ് ബോസിൽ ഇതുവരെ ആദിലയും നൂറയും മുന്നോട്ട് പോയത്. സഹമത്സരാർത്ഥികൾ പലരും ഇവരുടെ സൗഹൃദമുണ്ട് സേഫ്യമാകുന്നു എന്ന വിമർശനം ഇടയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് വരാറുമുണ്ട്. ലബിസയും പങ്കാളിയായ ആദിലയും നൂറയും വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് ഇന്ന് ബിഗ് ബോസ് വരെ എത്തി നിൽക്കുന്നത്. കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് ഇരുവരും ഒരുമിച്ചതും. നൂറയെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കിയപ്പോൾ ആദില നിയമപരമായി ഇറങ്ങി. വീട്ടുകാരിൽ നിന്ന് ശാരീരികവും മാനസികമായ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇരുവരും പറയുന്നു. +2 പഠനകാലത്ത് ആദിലയും നൂറയും പ്രണയത്തിലാകുന്നത്. ഇന്ന് വീട്ടുകാരിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഇരുവരും. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഹേറ്റ് കമന്റ്സ് നേരിട്ടവരാണ് ആദിലയും നൂറയും. ബിഗ് ബോസിലെത്തിയപ്പോഴും ഇത് തുടരുന്നുണ്ട്.